ഇത് ഉത്തേജനത്തിന് ഉത്തേജനം ഞാൻ ഇതുവരെ കേട്ടില്ല. സമയക്കുറവിനൊക്കെ എന്താ സാധനം ഇവർക്ക് തീരില്ല. ഇവൾക്ക് ആകെ 1 or 2 കൂടി പോയാല് അതിന് കൂടുതൽ ഇവള് വെച്ചിട്ടില്ല. ഇവളെ സ്വഭാവം പറഞ്ഞാല് പോയിക്കോളും. തുടക്കത്തിൽ തൊട്ട് നമ്മള് ഈ ഒരു ലെവലില് എനിക്കാ കൂടുതൽ വരുന്നേ. പെണ്ണല്ലോ കേട്ടോ. ആരാ നിങ്ങൾ എന്താ ഒന്ന് വിവരിക്കാവോ? ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് എന്നുള്ള ലെവലിൽ മെസ്സേജ് തുടങ്ങിയതാ. എനിക്കും ഇങ്ങനെ ലവനോട് ആ സമയത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഇനി റിലേഷൻ വേണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പോയത് നമുക്കങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും അങ്ങനെ ഇല്ല. നമ്മളെങ്ങനെയാണെന്ന് ആൾക്കാർക്ക് നമ്മളെ സർക്കിളിലുള്ളവർക്ക് അറിയാം. പൂർണ്ണ ഇൻട്രോവേർട്ട് ഞങ്ങളുടെ സർക്കിളിൽ ഞങ്ങള് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഒരാളെന്തോ കാര്യമായ മെസ്സേജ് ഇട്ടപ്പോ ഞാൻ ഈ സാധനം എടുത്തിട്ടു. അതായത് അത് പറയാൻ കഴിയില്ല. ഓടുന്ന കുതിരയുടെ ബാക്കി ആ സാധനം ഞാൻ ഇട്ടു. ആൾക്കാർക്ക് ഓക്കെയാണ്. അതായത് ഒരു 100 കമന്റിൽ ഒരു 70 നെഗറ്റീവ് ആണെങ്കിൽ 30 ആൾക്കാർക്ക് ഓക്കെ ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ 30 പേർക്ക് വേണ്ടി വീഡിയോ ചെയ്യാം. അതായത് ഇവളെ അങ്ങനല്ല, ഇവളെ നമ്മളെ മതം വെച്ചിട്ട് കുറെ ആൾക്കാർ വർക്കുണ്ട്. മലയാളിക്ക് പൊതുവെ ചിരിക്കാൻ വലിയ ഇഷ്ടമാണ്. എല്ലാത്തരം തമാശകളോടും മലയാളി ചിരിച്ച മുഖത്തോടു കൂടിയാണ് പ്രതികരിക്കാറ്. എന്നാൽ അഡൾട്ട് കോമഡി ചെയ്യുന്ന ആളുകളോട് അത്ര നല്ല പ്രതികരണമല്ല പലപ്പോഴും ഉണ്ടാവാറ്. എന്നാൽ അഡൾട്ട് കോമഡി ചെയ്തുകൊണ്ടൊരു ഓഡിയൻസിനെ ഉണ്ടാക്കുക, അതുകൊണ്ടൊരു ബ്രാൻഡ് കൊളാബറേഷനൊക്കെ സാധ്യമാക്കുക എന്ന് പറയുന്നത് ചിലർ അച്ചീവ്മെൻ്റ് അല്ല. സന ആദിൽ കപ്പിളാണ് ചേരുന്നത്. അവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് മൂവി വേൾഡ് മീഡിയയിൽ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ മീഡിയയിൽ മാത്രമല്ല ആദ്യമായിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് അല്ലേ? ബേസിക്കലി നിങ്ങൾ ഇൻട്രോവേർട്ട് ആയ ആളുകളാണോ അതോ ഒരാൾ ഇൻട്രോവേർട്ട് ഒരാൾ എക്സ്ട്രോവേർട്ട് ആ അവസ്ഥയാണോ? ഇല്ല, പൂർണ്ണ ഇൻട്രോവേർട്ട് ആണ്. ഞങ്ങളുടെ സർക്കിളിൽ ഞങ്ങള് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അതായത് ഞങ്ങൾക്കൊരു സർക്കിൾ ഉണ്ട്, അതിന്റെ ഇടയിൽ നമ്മള് പൂർണ്ണ എക്സ്ട്രോവേർട്ട് ആണ്. ഇപ്പൊ ഇൻട്രോവേർട്ട് ആണ്. എപ്പോൾ തൊട്ട് ഇങ്ങനത്തെ കോമഡികൾ ചെയ്യാം? അതായത് ഡബിൾ മീനിങ് കോമഡിയാണ്, അത് ചെയ്യാം. അത് ഒരു കോമഡി അല്ല, സീരീസ് ഓഫ് കോമഡീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴാണ് ഇത് വർക്കാവും, ഇത് ചെയ്യാം എന്നുള്ള ഐഡിയ തീരുമാനിക്കണം എപ്പോഴാണ്? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ഇവള് വെറുതെ, ഞാൻ പറഞ്ഞല്ലോ വെറുതെ വീഡിയോ ഇടും, എന്തെങ്കിലും ട്രാൻസിഷൻ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഇടും. അപ്പൊ അന്നേരം നമ്മള് വെറുതെ ഒരു വീഡിയോ, അതായത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അറിയില്ല, ഒരു പൈനാപ്പിളിന്റെ വീഡിയോ, പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്ന വീഡിയോ. അപ്പൊ ആ വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ ഇടയിൽ ഒരുപാട് നല്ല മീൻസ് അല്ല, നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പോസിറ്റീവ് കമന്റ്സ് വന്നപ്പോൾ നമുക്കത് ഓക്കെ ആണ്. കുറെ ആൾക്കാർ കമന്റ് ഇട്ടു. അപ്പൊ അവർക്കൊക്കെ അത് കണക്ട് ആവുന്നുണ്ട് എന്ന് മനസ്സിലായി. വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തുകൂടാന്ന് വിചാരിച്ചു. അല്ലാണ്ട് നമ്മൾ വേറെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇട്ട് അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ഇട്ടപ്പോൾ അതും വൈറലായി, അതിനപ്പുറം ഇട്ടപ്പോൾ അതും വൈറലായി, എല്ലാം മില്യൺ ഇട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഓക്കെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അതല്ല ഞങ്ങള് നോർമലി സംസാരിക്കലുണ്ട്. സാധനം കിട്ടും, അത് ഒരു വേർഡ് കിട്ടും. ആ വേർഡ് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അതിൽ നമ്മൾ ബാക്കിൽ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യേ വേണ്ടു. നമ്മള് ഒരു സാധനത്തിന്റെ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യേ വേണ്ടു മുമ്പിൽ. ബാക്കി അത് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കയറിക്കോളും. അത് എങ്ങനെ കയറുന്ന നമുക്കിപ്പോ ഇതുവരെയായിട്ട് ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഡബിൾ മീനിങ് തമാശകൾ പറയുന്നു, അതും നിങ്ങൾ കാണുമ്പോ കാഴ്ചയിൽ കുറച്ച് ചെറുപ്പമുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾ തമാശ ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. ചെറിയ പിള്ളേർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, അങ്ങനെ മാന്യതയുടെ ഒരുപാട് തമാശകൾ അങ്ങോട്ട് വരും. തമാശ അങ്ങനെ ആസ്വദിച്ചു വിടുക എന്നുള്ള പരിപാടിയില്ല. ഇതിന് ഫാമിലിയോടുള്ള ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഇത് ആദ്യം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടായിരുന്നു ഈ കമന്റ്സുകൾ? ആദ്യം ഉണ്ടായിരുന്നു ചെറുതായിട്ട്, പക്ഷെ വലുതായിട്ടൊന്നും ഇല്ല. കാരണം രണ്ടാളും മൈൻഡ് ആക്കില്ല. ഒഴിവാക്കിട്ടെ, കാരണം നമുക്ക് അങ്ങനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും അങ്ങനെ ഇല്ല. നമ്മളെങ്ങനെയാണെന്ന് ആൾക്കാർക്ക് നമ്മളെ അറിയാം, നമ്മളെ വീട്ടുകാർക്ക് അറിയാം. ഇത് ജസ്റ്റ് ഒരു റീലാണ്, റിയൽ അല്ലാന്ന് അവർക്ക് അറിയാം. അപ്പൊ അവരങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിന് കുറെ, എങ്കില് നമ്മളതൊന്നും കാര്യമാക്കിയില്ല. നമ്മളെ ഫാമിലിക്ക് നമ്മളെ നല്ലോണം അറിയാം. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ലേ, നിങ്ങൾ ശരിക്കും ജെൻസി കിഡ്സ് ആണോ? ഞാൻ 2002 അതായത് ഇവള് 2004. അപ്പൊ ജെൻസി നമ്മളെ മൈൻഡ് നമുക്ക് മൊത്തത്തിൽ മിക്സ് ആണ്. അതായത് നമുക്ക് 19ന്റെ മൈൻഡ്സും കിട്ടീന്, അതായത് ഇപ്പൊ നെക്സ്റ്റ് ജനറേഷന്റെ മൈൻഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായില്ലേ? ഈ
വീഡിയോസിനുള്ള ഐഡിയാസ് ഇങ്ങനത്തെ ഡബിൾ മീനിങ് കണ്ടന്റുകൾ ചെയ്യുന്ന ഒരുപാട് ഹിന്ദി ആളുകളുണ്ട്, ഹിന്ദി കപ്പലുകളുണ്ട്. മലയാളത്തിൽ ഞാൻ അധികം അതങ്ങനെ കണ്ടിട്ടില്ല. ഈ ഐഡിയാസ് നിങ്ങളുടെ സ്വന്തമാണോ, എപ്പോഴെങ്കിലും പുറത്തത്തെ റീൽസ് ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ടോ? ഒരുപാട് എടുത്തിട്ടുണ്ട്. അതായത് അവരെ റീല് Same ആയിട്ട് എടുക്കില്ല. എടുക്കില്ല. അതായത് ജസ്റ്റ് നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറ്റം വരുത്തും. എന്നാലും എന്റെ ഒരു അക്കൗണ്ടിൽ നമ്മളിപ്പോ ഒരു 100 വീഡിയോ ഉണ്ടെങ്കിൽ അതിലൊരു 80% നമ്മളെ കണ്ടന്റ് ആണ്. 20% അത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ എടുക്കും. ഓരോ വീഡിയോ നമുക്ക് കണ്ടാൽ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യണം എന്ന് തോന്നും. അത് കോപ്പി അടി ആണെങ്കിൽ തന്നെ നമ്മൾ അത് എടുക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ നമ്മ അങ്ങനെ എടുക്കും. ബാക്കിയുള്ള 80% നമ്മളെ അതായത് ഒരു ഐഡിയയിൽ വെച്ചിട്ട് സംസാരത്തിന് കിട്ടുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്ന തന്നെ കുറെ സാധനം വരും. അപ്പൊ നമ്മളെ പറയും കണ്ടന്റ് നോട്ട് ചെയ്തോ, അതിനവർ നോട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ഇടയിലേ ഇപ്പൊ സാധാരണ ഇത് ഒരു ഗ്രൂപ്പിൽ ഒരാൾക്കാർക്ക് ഏറ്റവും അധികം ഈ ഡബിൾ മീനിങ്ങിന്റെ ആ ഒരു ഐഡിയ ഭയങ്കരമായിട്ട് കിട്ടുക. പിന്നെ അയാൾ പറഞ്ഞ് ബാക്കിയുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ അവർ ഒരു എഡ്യൂക്കേഷൻ സംഭവിക്കും. നിങ്ങളുടെ ഇടയിൽ ആർക്കായിരുന്നു ഇത് കൂടുതൽ? എങ്ങനെയാണ് അത് ഒരാൾക്ക് കിട്ടിയിട്ട് പിന്നെ സിങ്ക് വരണല്ലോ, അത് എപ്പോഴാണ് സംഭവിച്ചു തുടങ്ങിയത്? നമ്മളാദ്യം നമ്മള് പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോ 4 വർഷമായി. കണ്ടപ്പോ ഇങ്ങനെയാണ് നമ്മള് കണ്ടപ്പോ നമ്മള് അങ്ങനെ ഒരു മൈൻഡാണ്, നമ്മുടെ രണ്ടാളും ഒരു സെയിം മൈൻഡാണെന്ന് കണ്ടോണ്ടാണ് നമ്മള് റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് എന്നുള്ള ലെവലിൽ മെസ്സേജ് തുടങ്ങിയതാ. പിന്നെ എനിക്കും ഇങ്ങനെ ലവനോട് ആ സമയത്ത് അങ്ങനെ ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഇനി റിലേഷൻ വേണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു റിലേഷൻ നോട്ട് ദ പോയിന്റ്. അപ്പൊ ഇവള് ഏകദേശം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് സംസാരിച്ച് ഏകദേശം 2 ആഴ്ചയോളം മെസ്സേജ് അയച്ചിട്ടാണ് പിന്നെ നമുക്ക് മനസ്സിലായത്. അതായത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല നേരിട്ട്, നമ്മൾ മെസ്സേജ് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഒരു ദിവസം മീറ്റാക്കിയതിന് ശേഷം പിന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ഇതിലത്തെ പല തമാശകളും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുമോ? നിങ്ങൾ പോയിട്ട് ചില ആൾക്കാരുടെ എല്ലാവർക്കും കിട്ടില്ല അല്ലെ? ആരും കിട്ടൂല. നമ്മളോട് നിങ്ങൾ രണ്ടാളപ്പുറം ഇപ്പുറം എന്തെല്ലോ പറഞ്ഞിരിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും കുറെ ആൾക്കാർ പറയും അത് മനസ്സിലായിന്, പക്ഷെ ഒരു 70% മനസ്സിലാവും. നമ്മളിപ്പോ സംസാരിച്ചാൽ തന്നെ 70% അവർക്ക് മനസ്സിലാവും, ബാക്കി 30% മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങി. കാരണം നമ്മള് വീഡിയോസ് കണ്ടിട്ട് നമ്മൾ പറയുന്ന തമാശ വീഡിയോസിലൂടെ ഇടും. അപ്പൊ കമന്റ് ബോക്സിൽ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടും. അപ്പൊ ഇവർക്ക് മനസ്സിലായി തുടങ്ങി ഇതാണ് പറയുന്നത് മനസ്സിലായി തുടങ്ങി. ഇതിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ എവിടുന്ന? അതായത് നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ മാത്രം സംസാരിക്കണാണോ, അതോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സാധനങ്ങൾ ഇത് എടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഫാമിലി ഗ്രൂപ്പില് കുറച്ച് അഡൽട്ട് കണ്ടന്റ് എടുത്തിട്ട് പെട്ടുപോയി, അപ്പൊ അതിന്റെ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആള് ഇത് ശരിക്കും സംഭവിച്ചാണോ അതൊക്കെ ഫുൾ സംഗതി? അങ്ങനെ അതല്ല, ഒരു സ്റ്റിക്കർ ഇട്ട് പോയിട്ടുണ്ട് എന്റെ ഫാമിലി, അതായത് വലിയ ഫാമിലിയാ. അപ്പൊ അതിന്റെ ഇടയിൽ എന്റെ അടുത്ത് നമ്മൾ അറിയാലോ, നമ്മള് വാട്സാപ്പിൽ ഭയങ്കര സ്റ്റിക്കേഴ്സാ. അപ്പൊ അതിനിടയ്ക്ക് ഒരാളെന്തോ കാര്യമായ മെസ്സേജ് ഇട്ടപ്പോ ഞാൻ ഈ സാധനം എടുത്തിട്ടു. അതായത് അത് പറയാൻ കഴിയില്ല, ഓടുന്ന കുതിരയുടെ ബാക്കി ആ സാധനം ഞാൻ ഇട്ടു. ഞാൻ സ്പീഡിൽ ഡിലീറ്റ് ഫോർ മീ അടിച്ചു പോയി. എവരി അടിക്കണം. ഞാൻ ഞാൻ ഗ്രൂപ്പിൽ കയറിയില്ല. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിലില്ല. ഒരു 3 വർഷമായി ഞാൻ പുറത്തായിട്ട്. അപ്പൊ അങ്ങനെ ആദ്യം അവർക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ പോയതാണ് ആ ഗ്രൂപ്പിൽ നിന്ന്. ഓക്കെ. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ കുട്ടിയുടെ വീട്ടില് ഓക്കെ ആയിരുന്നോ? വീട്ടുകാർക്ക് ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ രണ്ട് ഫാമിലീസ് ആണല്ലോ, ഫാമിലീസിലുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പ്രേമിക്കുന്ന സമയത്ത്. പ്രശ്നങ്ങൾ നോർമലാണ്, അത് നമ്മൾ തരണം ചെയ്തു. എന്താ നിങ്ങളുടെ കരിയർ? നിങ്ങൾ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണോ? നിങ്ങൾ ആരാ? നിങ്ങൾ എന്താ ഒന്ന് വിവരിക്കാവോ? പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വന്ന് വീഡിയോ ഇടാൻ തുടങ്ങിയതാണ്. അതായത് ഞാന് ശരിക്കും പറഞ്ഞാല് പഠിച്ചിട്ട് UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതായത് ഫിറ്റ്നസ് ട്രെയിനർ ആണ് ഞാൻ മുമ്പ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ നമ്മള് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോ ഇവള് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ റീൽ ഇടലുണ്ട്, ട്രാൻസിഷൻ വീഡിയോസ്, പക്ഷെ വല്ല റീച്ച് ഒന്നും അല്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു നമുക്ക് 1 മാസം 2 മാസം ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് വെറുതെ ഒന്നിച്ച് വീഡിയോസ് ഇടാം. അത് ഞങ്ങള് ജിമ്മിന്റെ വീഡിയോസ് ഇടാൻ ഞാൻ പറഞ്ഞത്. ആ സമയത്ത് അത്യാവശ്യം ഞാൻ ഇങ്ങനെ ജിമ്മൊക്കെ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയം. അപ്പൊ അങ്ങനെ അതിനു മുമ്പായി നമ്മൾ വെറുതെ ഒരു വീഡിയോ ഇട്ടതാ ജസ്റ്റ്. അതായത് ഒന്നുമില്ല, ഒരു വീഡിയോ, ഒരു പൈനാപ്പിൾ ജ്യൂസിന്റെ വീഡിയോ ഞങ്ങൾ ജസ്റ്റ് ഇട്ടതാ. അതാണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ വൈറലാകുന്നത്. അത് ഇട്ടപ്പോ അത് ഏകദേശം 5 മില്യണോ അങ്ങനെ എന്തോ ആയി. അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ്സ് വന്ന്, അത് നല്ല അഭിപ്രായം കുറെ ആൾക്കാർ പറഞ്ഞു. അതായത് ഇത് കിട്ടി ലെജൻസിന് മാത്രമേ കിട്ടൂ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ലെജൻസ് ഓൺലി പിടിക്കാം. അതുപോലെ ഞാൻ പണ്ടേ ഈ കാണലുണ്ട് എങ്ങനെ, അതായത് ഓരോ മലയാളത്തിൽ തന്നെ ഉണ്ട് കുറച്ച് ആൾക്കാർ, പിന്നെ ഇംഗ്ലീഷ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, ഡാർക്ക് ഹ്യൂമർ വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡാർക്ക് ഹ്യൂമർ. അതായത് എനിക്ക് കത്താത്തത് ഞാൻ കമന്റ് ബോക്സിൽ പോയിട്ട് ഇരുന്ന് വായിച്ച് കത്തിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു
ഡാർക്ക് ഹ്യൂമർ വീഡിയോസ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഡാർക്ക് ഹ്യൂമർ വീഡിയോസ് മലയാളത്തിൽ ചെയ്യുന്നത് ആൾക്കാർക്ക് കുറവാണ്. നമുക്ക് ഫുൾ മലയാളത്തിൽ തന്നെ പിടിച്ചേക്കാം. അതായത് എഴുത്ത് വരെ മലയാളത്തിലാക്കിയിട്ട് ഇംഗ്ലീഷിൽ എഴുതണ്ട, മലയാളം വായിക്കുന്നവർ മലയാളത്തിൽ വായിച്ചോട്ടെ എന്നുള്ള ലെവലിൽ മലയാളത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതാ. അപ്പൊ അങ്ങനെ ഒരു 4-5 വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോ ഒരു വീഡിയോ 5 മില്യൺ ആയി, ഒരു വീഡിയോ 4 മില്യൺ ആയി, പിന്നെ ഒരു വീഡിയോ 2 മില്യൺ, പിന്നെ ഒരു വീഡിയോ 4 മില്യൺ, അങ്ങനെയൊക്കെ ഇങ്ങനെ നിരത്തി മില്യൺസ് ഇട്ടാ തുടങ്ങി. അപ്പൊ നമ്മള് ഓക്കെ, ആൾക്കാർക്ക് ഓക്കെ ആണ്. അതായത് ഒരു 100 കമന്റിൽ ഒരു 70 എണ്ണം നെഗറ്റീവ് ആണെങ്കിൽ 30 ആൾക്കാർക്ക് ഓക്കെ ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ, 30 പേർക്ക് വേണ്ടി വീഡിയോ ചെയ്യാം, ഫോളോ ചെയ്യുന്നത് നമുക്കല്ല. നമുക്ക് ഏകദേശം നമ്മള് ഇടുന്ന ഡാഷ്ബോർഡ് ഒക്കെ ഏകദേശം 99 മില്യൺ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഫോളോവേഴ്സ് ഇവർക്ക് 15K 14K ആ ഒരു ലെവൽ. ഇപ്പോഴാണ് ആൾക്കാർ ഫോളോ ചെയ്ത് തുടങ്ങിയത്. അതായത് ഇപ്പൊ എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് കമന്റ് ബോക്സിൽ കാണുന്നത്. ഇപ്പൊ ഈ അടുത്ത ലാസ്റ്റ് ഇപ്പൊ 2 മാസമായിട്ട് നല്ലൊരു അഭിപ്രായമാണ്. അപ്പൊ ഫോളോവേഴ്സും കയറി. ആൾക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനനുസരിച്ച് ഫോളോവേഴ്സ് കയറും എന്നൊക്കെ മനസ്സിലായി നമുക്ക്. ആൾക്കാർക്ക് ലൈക്ക്, അതായത് കമന്റിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടോ അതിന് ആ ദിവസം 100, 200, 300 ഫോളോവേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കുന്ന ചില മറുപടികളും ഭയങ്കര എന്താ പറയുക, ഡിസ്ട്രോയിഡ് ഇൻ സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്ന മൈൻഡിൽ. അതായത് ഒരാള് ഇങ്ങനെ ബിയർ കുടിക്കുന്ന, അതായത് ബിയർ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ 2 പേര് അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ്, അപ്പൊ കുട്ടിയും കൂടി ചേർത്ത് 3 ബിയർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നിങ്ങൾ ബിയർ കുടിക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അടിയിൽ പെട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്, കളങ്കാവലില് നമുക്ക് സ്ത്രീകളെ കൊന്നു, അപ്പൊ കൂടി സീരിയൽ കില്ലറാണോ. അത് ഭയങ്കര കിഡിലൻ ഹ്യൂമർ സെൻസ് ആയിരുന്നു അത്. അപ്പൊ അങ്ങനത്തെ കമന്റ് ഇടുന്നത് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണോ അതോ അവർക്കുള്ള മറുപടി അപ്പൊ സ്പോട്ടി കൊടുക്കണം ആ മൈൻഡിലാണ്? അല്ല, അത് നമ്മൾ ഈ റിയൽ ലൈഫിൽ നമ്മുടെ ആൾക്കാരോട് പറയുന്ന സാധനമാണ്. ഇപ്പൊ റിയൽ ലൈഫിൽ നമ്മളെ മെയിനായിട്ട് പറയാം, കുടുംബത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾ അത് അവിടെ എന്തിനാ പോയിട്ട് പ്രൊമോഷൻ ചെയ്തത്, അത് ഇതല്ലേ. അപ്പൊ നമ്മള് ആ സമയത്ത് നമുക്ക് മറുപടി വന്നു, മമ്മൂട്ടി ഇങ്ങനെ പെണ്ണുപിടിനായിട്ടും അതായിട്ട് ഇതായിട്ടൊക്കെ അഭിനയിക്കുന്നു, അപ്പോ അത് മമ്മൂട്ടി പെണ്ണുപിടിനായിക്കൊണ്ടാണോ? അല്ലല്ല, അത് ജസ്റ്റ് ഒരു റീലാണ്, അതായത് സിനിമയാണ്. അതുപോലെ തന്നെ നമ്മളും ഒരു സിനിമ റീലിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് പകുതിയും. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ, മനസ്സിലായോ ഇല്ലയോന്ന് അറിയില്ല, മനസ്സിലായിട്ടില്ലേ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. നമുക്കിപ്പോ ഒരു എന്താ പറയാ, ഒരു കുറച്ച് ഓഡിയൻസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഒപ്പം വന്ന് കമന്റ് ഇടുന്നതും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഓക്കെയാണ് നമ്മളെ വീഡിയോസ്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പൊ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല്. നിങ്ങളുടെ ഈ വീഡിയോസിലെ പണ്ടത്തെ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് വൃത്തികേട് ഇത്ര ഒരു ലെവലിലേക്ക് താഴെണ്ടായിരുന്നില്ല, അങ്ങനെ തോന്നി ഡിലീറ്റ് ചെയ്യാൻ ഇത് കളഞ്ഞതോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചതോ ആയിട്ടുള്ള വല്ല വീഡിയോസ് ഉണ്ടോ? അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരുപാട് അതായത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മയില്ല. എന്തൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ മെയിനായിട്ട് വൃത്തികേടിന് വേണ്ടിയിട്ടല്ല ഡിലീറ്റ് ആക്കല്. നമ്മള് ഒരു 2-3 മണിക്കൂറായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു വ്യൂ ഉണ്ട്, അത് അതാണ് പ്രശ്നം. ഇട്ടിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇവന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 51K ആയ വീഡിയോ ഡിലീറ്റ് ആക്കി. അതായത് 2 മണിക്കൂർ കൊണ്ട് 51K അടിച്ച് വീഡിയോ ഡിലീറ്റ് ആക്കി. അതായത് എനിക്കത് സത്യം പറഞ്ഞാൽ എന്റെ മുഖം ഇതിൽ രസമില്ല, അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയത്. അല്ലാണ്ട് വീഡിയോ കുഴപ്പമൊന്നുമില്ല, അതിൽ കാണാൻ ഒരു സുഖമില്ല, ഒരു ആംഗിൾ വെച്ച ക്യാമറ ആംഗിൾ വെച്ചത് രസമില്ല, അവിടെ ഞാൻ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. അല്ലാണ്ട് ഇവള് വിചാരിച്ച പോലെ വേറൊന്നുമല്ല, ഇവക്ക് അറിയില്ല അതിന്റെ കാരണം. അങ്ങനെ പറഞ്ഞാൽ ഡിലീറ്റ് ആക്കാൻ പറ്റൂല. സാധാരണ ഗതിയില്ലേ ഈ പെൺകുട്ടികളുടെ അടുത്ത് ഈ ഇജ്ജാതി തമാശകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ ജഡ്ജ് ചെയ്യോ, ആ രീതിയിൽ മാന്യനായി അഭിനയിക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. നിങ്ങളുടെ ഇടയിൽ അത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലേ? അത് തുടക്കത്തിൽ തൊട്ടേ ഇങ്ങനെ തന്നെയായിരുന്നോ? തുടക്കത്തിൽ തൊട്ട് നമ്മള് ഈ ഒരു ലെവലിൽ തുടക്കുന്നത് നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഒരു ആ ഒരു വൈബ് വഴിയാണ് നമ്മൾ, അതായത് എന്താ പറയാ, നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടപ്പോ അവള് റിപ്ലൈ തന്നതാണ്. അപ്പോ അങ്ങനെ അത് നീ എന്തിനാ എനിക്ക് സ്റ്റോറിക്ക് റിപ്ലൈ തന്നത്? അങ്ങനെ ആ ഒരു മെസ്സേജ് അയക്കലിൽ തന്നെ നമ്മളെ വൈബ് നമുക്ക് മനസ്സിലായി. അപ്പുറം ഇപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചത്. ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നതാണ്. അപ്പൊ ഇവള് വേറെ ടീം, ഞാൻ വേറെ ടീമാണ്. വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ് 2022 ഫിഫ വേൾഡ് കപ്പ്. ഞാൻ അർജന്റീന സപ്പോർട്ടറാണ്. ഞാൻ അർജന്റീന സപ്പോർട്ട് ചെയ്ത് ഓരോ സ്റ്റോറി ഇടുമ്പോൾ ഇവൾ അതിന് എന്തെങ്കിലും പറഞ്ഞിടും. അപ്പൊ അങ്ങനെ നമ്മൾ അടിയനെ അപ്പുറം ഇപ്പുറം എന്തൊക്കെയോ വിളിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മള് മിങ്കിളായത്. അങ്ങനെയാണ് മിങ്കിളായത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വൈബ് മനസ്സിലായി. ഈ ഞാൻ തറയാണെങ്കിൽ ഇവ തത്തറയാന്ന്. അപ്പൊ അങ്ങനെ മനസ്സിലായി. അപ്പൊ പിന്നെ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇവനിങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്, ഓക്കെ, സെറ്റായി. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോനകത്ത് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ചില ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേരിലും ചില ഇംഗ്ലീഷ് മറ്റേ ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേരിലും നന്നായിട്ട് സ്ക്വയർ വേർഡ്സ് ഉണ്ട് മലയാളത്തിന്റെ കോണ്ടക്സ്റ്റിൽ വെക്കി വരികയാണെങ്കിൽ. ഞാനതൊരു പറയാൻ പറ്റുന്നില്ല എനിക്ക്. പക്ഷെ അപ്പൊ
അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഏറെക്കുറെ പച്ചത്തറിയാണല്ലോ പറയുന്നത്. അത് കാണിച്ചാൽ മതി ഇങ്ങനെ വീഡിയോ ഇതിൽ പറയുമ്പോ. അപ്പൊ ഇത് കണ്ടിട്ട് എന്താ പറയാ മുതിർന്ന ആളുകളോ അല്ലെങ്കിൽ ചുറ്റുള്ള നാട്ടുകാരോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നിങ്ങൾ എന്നാ പിന്നെ നിങ്ങളുടെ ഏറെ തെരുവിൽ ചെയ്തിരുന്നൂടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ആ വീഡിയോക്ക് നമ്മൾ വിചാരിച്ചത് നമ്മളെ 10 തലമുറക്ക് വിളിക്കുന്ന വിചാരിച്ചു നാട്ടുകാർ വന്നിട്ട്. പക്ഷേ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതായത് എല്ലാവർക്കും അതായത് കണക്ട് ആയി ആ സാധനം. സാധനം എന്ന് വെച്ചാൽ നമ്മൾ പണ്ടേ ആ ഒരു പ്ലെയറെ കാണുമ്പോൾ നമ്മൾ അപ്പുറം പറയുന്ന സാധനമാണ്. അപ്പൊ അത് ജസ്റ്റ് ഒരു കോണ്ടന്റ് ആക്കി, അത്രേ ഉള്ളൂ. അതായത് എനിക്കൊരു ഐഡിയ വന്നു, ഞങ്ങൾക്ക് ഈ ക്രിക്കറ്റ് കളിക്കാർ രണ്ടുപേരും പേരറിയാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇത് സാധനം നീട്ടിക്കൊണ്ട് പോകണം. അപ്പൊ ഇനി ആരൊക്കെ പേര് കണ്ടുപിടിക്കും? അതിന് നേരെ ഫുട്ബോളിലേക്ക് പോകും. ക്രിക്കറ്റ് കഴിഞ്ഞു, അത്രയും പേര് അറിയും. അവന് ഫുട്ബോളിലുള്ള ഈ ബാക്കിയുള്ള 3 പ്ലേയേഴ്സിന്റെ പേര് അങ്ങ് ചേർത്ത് കൊടുത്തു. ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ഉറപ്പുണ്ടായിരുന്നു ആ വീഡിയോ ഇടുമ്പോ. പക്ഷെ ആരും നെഗറ്റീവ് പറഞ്ഞില്ല. എല്ലാരും നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു എന്നാ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ സ്കിറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളിക്കുന്ന വീഡിയോ സ്ഥിരമായിട്ട് ഒരേ പാറ്റേൺ ഇടുമ്പോൾ ആൾക്കാർക്ക് മടുക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം ഇടുന്നത് ജസ്റ്റ് നമ്മൾ രണ്ടാൾ ക്യാമറയിൽ വരും, പറയും, പോവും, പറയൂല, സംസാരിക്കൂല. ക്ലൈമാക്സ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. അത് ആ സാധനം വ്യൂ കയറാത്തപ്പോ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചിട്ടും വ്യൂ കയറാത്ത സമയമാകുമ്പോൾ നമ്മൾ കമന്റ് വായിക്കാൻ തുടങ്ങി. അതായത് നമുക്ക് എപ്പോ ഒരേ കോണ്ടന്റ് ആകുമ്പോൾ ആൾക്കാർക്ക് മടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മളെ ഓഡിയൻസിന് മടുക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് പുതിയ ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് സ്കിറ്റിലെത്തിയിരിക്കുന്നതാണ്. അതായത് ഓരോ ഫ്രെയിം ആയിട്ട്. ചിലപ്പോ ഇനി അതും മാറ്റും കുറച്ച്. അപ്പൊ നിങ്ങൾ പക്ഷെ റീലിൽ കാണുന്നത് പോലെയല്ല റിയൽ ലൈഫിൽ. നിങ്ങൾ കുറച്ചുകൂടെ ഒതുങ്ങി റിസർവ്ഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ. അപ്പൊ നിങ്ങളുടെ ഈ റീല് കണ്ടിട്ട് ഈ പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ നിങ്ങൾ മറ്റേ ആളുകളാണ് അങ്ങനെ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരല്ല നിങ്ങൾ മറ്റേവരല്ലേന്ന് ചോദിക്കാം. പക്ഷെ നമ്മളിവിടെ നിങ്ങൾ മറ്റേവരല്ലേ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലുള്ളവരല്ലേ. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് കേൾക്കുന്നത് മറ്റവരാ. അപ്പൊ പിന്നെ മനസ്സിലായി മറ്റവരല്ലേ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിലുള്ളവരല്ലേ എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ചിലപ്പോ പറയും, നമുക്ക് അറിയില്ല. അല്ല സാന ഇപ്പൊ ആണ് പലപ്പോഴും ഇങ്ങനത്തെ ഡബിൾ മീനിങ് തമാശകളൊക്കെ പറയുമ്പോൾ അതായത് ഒരു കേമത്തായിട്ടും പെൺകുട്ടി പറയുകയാണെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടും വേറെ രീതിയിലേക്കാണ്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവനും അങ്ങനെ പറയാം. പക്ഷെ നീ അങ്ങനെ പറയേണ്ടത് പറയാൻ പാടുണ്ടോ? അവനെ സപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ? ആ രീതിയിലൊക്കെ ആളുകൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവനുള്ളിടത്തോളം അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലേ, ഇവൾക്ക് പറഞ്ഞാൽ ഞാനാണ് കമന്റ് ബോക്സിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കുക. അപ്പൊ ഇവളധികം ഒന്നും റിപ്ലൈ കൊടുക്കില്ല. ഇവൾക്ക് ഓരോ വാക്ക് പറഞ്ഞു അങ്ങനെ വിളിക്കും, ഓരങ്ങനെ വിളിക്കും, മലയാളം അതായത് മലയാളം കീബോർഡ് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാനാണ് മലയാളത്തിൽ. ഇവളിപ്പോ മനസ്സിലായി എന്നുള്ളത് മനസ്സിലായി എന്നൊക്കെ എഴുതി. അതുകൊണ്ട് ഞാൻ തന്നെ റിപ്ലൈ കൊടുക്കുക. അപ്പൊ അതായത് ഇവളെ അങ്ങനല്ല, ഇവളെ നമ്മളെ മതം വെച്ചിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് ഓക്കെയാണ്. എല്ലാവർക്കും എല്ലാ വീഡിയോ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാത്തവർക്ക് കുഴപ്പമില്ല, അവരുടെ അഭിപ്രായമല്ലേ. അപ്പൊ അങ്ങനെ പറയുന്നത് നമുക്ക് ഒരു കുഴപ്പമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ മതം വെച്ച് പറയും, അതായത് നീ നമ്മുടെ ഈ ഒരു മതത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചിങ്ങനെ പറയും. അപ്പൊ അത് നമുക്ക് ഒരു പ്രശ്നമാണ്. അത് എന്തിനാണ് നിങ്ങൾ അത് നിങ്ങളെ കാര്യം നോക്കി പറയും, നമ്മളും ദൈവവും തമ്മിലുള്ള കാര്യമല്ലേ, അത് നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്, ആ ഒരു തോട്ട് വരും. അല്ലാണ്ട് നമ്മളെ വീഡിയോക്ക് അഭിപ്രായം നെഗറ്റീവ് പറയട്ടെ, കാരണം അവരുടെ അഭിപ്രായം അത് നമ്മൾ എടുക്കണം, നമുക്ക് എടുക്കാം. രണ്ടാണ് പേര് വെച്ചിട്ടാണ് ഇവർ അതായത് സാധനത്തിന് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ, അവരോട് മാത്രമേ നമ്മൾ തർക്കിക്കാറുള്ളൂ. അല്ലാണ്ട് ഈ കോണ്ടന്റിനെ കുറിച്ച് വന്ന് പറയുന്നവരെ നമ്മളൊന്നും പറയില്ല. ഓക്കെ പറഞ്ഞോളൂ. പിന്നെ വന്നിട്ട് ചീത്ത വിളിക്കുന്നവരെ നമ്മൾ തിരിച്ച് അത് വിളിക്കണമല്ലോ. അതെ, അല്ലാണ്ട് നമ്മളെ വീഡിയോ കമന്റ് നെഗറ്റീവ് ഇടുന്നവർ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് ഇട്ടോട്ടെ, അവരുടെ അഭിപ്രായം അത് ഞങ്ങൾ എടുക്കുന്ന. പോസിറ്റീവ് ഇടുന്നവർ നമ്മൾ ഓക്കെ പോസിറ്റീവ് ആണ്, കുഴപ്പമില്ല. ഈ മതത്തിന്റെ പേര് വെച്ച് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. ഈ ആളുകൾ ഇൻബോക്സിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു ഡേർട്ടി മൈൻഡ് മനസ്സിലാക്കിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് പറഞ്ഞെടുത്ത് തരുമോ അല്ലെങ്കിൽ നോട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമോ ചെയ്തിട്ടുണ്ടോ? ഇൻബോക്സിൽ എനിക്കാ കൂടുതൽ വരുന്നത്. ഹലോ ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറെ പേര് മനസ്സിലാക്കും. പെണ്ണല്ല കേട്ടോ, അതാ കോമഡി. ഒരു 30 മേലെ വയസ്സുള്ള ഒരു 40-40 വയസ്സുള്ള ഒക്കെ ഒരു DP ഒക്കെ കാണും, ഇങ്ങനെ മുഖം ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് മനസ്സിലായല്ലോ. എത്ര പേര് ഹലോ ബ്രോ എവിടെയാണ് കാണാൻ പറ്റുക ഞാൻ കരുതി ഇവക്കാ മെസ്സേജ് തരാണ്. ഇത് എനിക്കാ കൂടുതൽ വരുന്നത്. പെമ്പിളറിലേക്കാം 40 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളാണ് ഈ കേസ്. അപ്പൊ മനസ്സിലായി. അല്ല, ഞാൻ കരുതി പെമ്പിളറൊക്കെ മെസ്സേജ് ഓക്കെ റിപ്ലൈ കൊടുക്കാൻ കുഴപ്പമില്ല, ഇത് ആണുങ്ങളെ മെസ്സേജ് അയക്കുന്നത്, എന്ത് റിപ്ലൈ കൊടുക്കാനാ? ഈ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കോണ്ടന്റിൽ ഈ പറഞ്ഞ പോലെ സെക്ഷൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും
അങ്ങനത്തെ ആളുകൾ സാധാരണ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് എൻഡോസ് ചെയ്യുന്നത് ഞാൻ അധികം കണ്ടില്ല. പക്ഷെ നിങ്ങളുടെ പ്രൊഡക്ട്സും അങ്ങനെ എൻഡോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു സെക്ഷൽ എൻഹാൻസ്മെന്റിന് സഹായിക്കുന്ന ടാബ്ലറ്റ്സ്, അങ്ങനത്തെ എന്താ പറയുക ജാംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ ഇതാക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ ഇത് നിങ്ങളിത് ചെയ്യുന്നതൊക്കെ ഇങ്ങനത്തെ കുറവ് കൊണ്ടാണ് ഇത് നിങ്ങൾ ഇതിങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഇതൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് സത്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം ഇവർക്ക് ഒരു പ്രൊമോഷൻ, ആ സമയത്ത് ഒരു പ്രൊമോഷൻ വന്നു, ഒരു ആയുർവേദിക് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞ ഓക്കെ എടുക്കാം. അപ്പൊ ഹെയർ ഓയിൽ ഇവിടെ പറഞ്ഞ ഒരു ഹെയർ ഓയിൽ കിട്ടിയിട്ടുണ്ട്, നീ പോയി ചെയ്താൽ മതി, ഇത്ര പൈസ കിട്ടും. ഓക്കെ പോയി അവിടെ പോയി നോക്കുമ്പോ ആള് പറയുന്ന ഇത് ഉത്തേജനത്തിന്. ഉത്തേജനം ഞാൻ ഇതുവരെ കേട്ടില്ല വന്നു. ഉത്തേജനത്തിന് സമയക്കുറവിനൊക്കെ എന്താ സാധനം നമ്മൾ എന്തായാലും കൂടി പോയിട്ടുണ്ട്. നമുക്ക് മനസ്സിലായില്ല ഇത്. ലാസ്റ്റ് ഇത് ബലക്കുറവിനൊക്കെ എന്ത് സംഭവം എന്താണ് ഇത്, ഇത് ഇങ്ങനെയുള്ള ഒരു സാധനം അങ്ങനെ. ഇതെന്തായാലും നമ്മൾ അഡ്വാൻസ് വാങ്ങി തിന്നു, തിരിച്ച് പൈസ കൊടുക്കാനില്ല, നമ്മൾ ചെയ്തു. പിന്നെ അത് മില്യൺ അടിച്ചു, ഒരു 5 മില്യണോ 4 മില്യൺ അങ്ങനെ അടിച്ചു. നെക്സ്റ്റ് പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു, നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പൈസ കൂട്ടി പറയും, കുഴപ്പമില്ല പൈസ ഒക്കെയാണ്, ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ഈ പൈസ പറയും, ഓക്കെയാണ്. പിന്നെ നമുക്ക് മനസ്സിലായി നമ്മളിത് എത്ര കൂട്ടി പറഞ്ഞാലും നമുക്ക് ഇവർ ഈ പൈസ തരും. മനസ്സിലായി, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എത്ര പൈസ കൂട്ടി പറഞ്ഞാലും അവർ തരും. അങ്ങനെയായി. അതായത് നമുക്ക് നോർമലി ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ 10,000 വാങ്ങുന്നുണ്ടെങ്കിൽ ഇവരോട് നമ്മൾ 20,000 പറഞ്ഞാൽ ഇവർ ഓക്കെ പറയും. 25,000 പറഞ്ഞാൽ ഓക്കെ പറയും, ഓക്കെ ചെയ്തോളൂ എന്ന് പറയും. എനിക്ക് 2 വീഡിയോ വേണം, മാസത്തിൽ 2 വീഡിയോ വെച്ച് വേണമെന്ന് പറയും. ഇപ്പൊ കോൺട്രാക്ട് ഉണ്ട്, നമുക്ക് മാസം ഒരു 4 കോൺട്രാക്ട് ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ അഡ്വാൻസ് മേടിച്ച് തിന്നോ? ഇല്ല, ഇത് അന്ന് അങ്ങനെ സംഭവിച്ചോണ്ടാണ്, അല്ലെങ്കിൽ ഒഴിവാക്കുമായിരുന്നു. ഇങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് എന്താ, ഇത് ആളുകൾക്ക് ഗുണമായിരിക്കോ ദോഷമായിരിക്കോ, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ ഉണ്ടോ? നമുക്ക് ഒരുപാട് വരുത്തുണ്ട്, ഒരുപാട് സാധനം വരും. അപ്പൊ നമ്മൾ അതിൽ നല്ലത് നോക്കിയിട്ട് മാത്രം എടുക്കും. ആൾക്കാരുടെ അഭിപ്രായം, അവരുടെ വീഡിയോസിന്റെ ഇടയിലുള്ള കമന്റ് ബോക്സിലുള്ള അഭിപ്രായം കാര്യങ്ങൾ നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് നമ്മൾ എടുക്കും. അത്യാവശ്യം ഒരു ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ഒരുപാട് വരുത്തുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 2 എണ്ണം വെച്ചിട്ട് വരും, ഡെയിലി 2 എണ്ണം വെച്ചിട്ട് വരും. നമുക്ക് ഇതുവരെ അറിയില്ല, അതായത് ഇങ്ങനെ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് അറിയാം, മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ടെന്ന് അറിയാം, അതൊക്കെ പോലത്തെ സാധനം ഉണ്ടെന്ന് അറിയാം. അല്ലാണ്ട് ഇതുപോലെ ഇത്രയും കമ്പനികളുണ്ട്. ഞാൻ 1, 3, 2 കമ്പനികൾ അത്രയും ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. ഇതൊരു 30-40 കമ്പനികൾ നമുക്ക് ഇപ്പം തന്നെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്രപാട് കമ്പനികളുണ്ട്. മെഡിക്കൽ ഡോക്ടർമാരെ കാണാൻ വരുന്ന പോലത്തെ അവസ്ഥയല്ല. എന്നിട്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ നമ്മളോട് ഇൻബോക്സ് ചോദിക്കും, ബ്രോ എങ്ങനെ സെറ്റ് ആണോ? ഞാൻ ഇതൊരു കൂട്ടുകാര് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള പേഴ്സണൽ ലൈഫ് അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ, കൺട്രി ക്രിയേഷൻ അല്ലാത്ത സമയങ്ങൾ ചെലവഴിക്കുന്നത്? രണ്ടാളും മാത്രം. നമ്മള് കൂട്ടുകാരായിട്ടൊന്നും നമുക്ക് ഇല്ല, നമ്മള് പഴയ കൂട്ടുകാരായിട്ടൊന്നും ബന്ധമില്ല. അതായത് എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ആള് ഗൾഫിലാണ്, UAE-ലാണ്. അപ്പൊ ആള് നാട്ടിൽ വന്നാൽ മാത്രമേ ഞാൻ ആളെപ്പരം പുറത്തു പോകും. ഞാൻ വേറെ കൂട്ടുകാരായിട്ടൊന്നും ഞാൻ പോക്കില്ല. ഞാൻ ഇവളും തന്നെയാ എവിടെയും പോകണ്ടെങ്കിൽ. അത് കല്യാണത്തിന് മുമ്പ് നമ്മള് രണ്ടാളും തന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോകും, അല്ലാണ്ട് ഞാൻ കൂട്ടുകാരപ്പുറം ഇരിക്കില്ല. അത് എന്താ അറിയില്ല, അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടുന്നുണ്ടാവൂല, നമുക്കറിയില്ല. ഞങ്ങളിപ്പോ പോയിരുന്ന അവർക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ, അതുകൊണ്ട് നമ്മളായിട്ട് പോക്കില്ല. അല്ല, പക്ഷെ സാധാരണ കൂട്ടുകാരുടെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞു. നമ്മളെ ഒരു സർക്കിള് ഉണ്ട്, അതായത് ഒന്ന് എന്നാ പറഞ്ഞില്ല UAE-ലുള്ള ആള്, പിന്നെ ഇവളുടെ ഒരു അയൽവാസി ഒരാളുണ്ട്, പിന്നെ വേറൊരാളുണ്ട്. അങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളു. അങ്ങനെ ഒരുപാട് കൂട്ടുകാരടുത്ത് പോയി ഇരിക്കലൊന്നുമില്ല. നമ്മള് തന്നെയാണ് അപ്പുറം ഇപ്പുറം പോക്ക്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരടുത്ത് പോയി ഇരിക്കൂല. അപ്പൊ ഞാൻ എന്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാ, നിങ്ങൾ കണ്ണൂരുകാരാണല്ലോ, അപ്പൊ നിങ്ങൾ വല്ല ബീച്ചിലൊക്കെ പോയിട്ട് വൈകുന്നേരം കുറെ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പോ പരിചയപ്പെട്ടല്ലോ, ഇനിയിപ്പോ നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മളിപ്പോ ഇരുന്നപ്പോ നമ്മൾ എന്ത് വേണമെങ്കിൽ അപ്പുറം ഓപ്പൺ ആയിട്ട് നമുക്ക് പറ്റുന്നവരോട് നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അപ്പൊ എല്ലാത്തവരോട് നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇട്ട് ഓക്കെ അല്ലേ ഇപ്പൊ പ്രൊമോഷനൊക്കെ ഓരോ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ പിള്ളേരുണ്ടാവും. പിള്ളേരോട് സംസാരം പഠിക്കാൻ അവര് നമ്മളതായ മൈൻഡാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങും, നമ്മളതായ സംസാരം നമ്മൾ സംസാരിക്കും, അവരുടെ ലെവലൊക്കെ വർത്താനം പറയും. അപ്പോ എല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഓക്കെ വീഡിയോ എടുക്കും, കഴിയും, തീർന്നു, അവിടെ തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പുതിയത്. പഴയ ആൾക്കാർ അങ്ങനെ ആദ്യം ഒരുപാട് ഉണ്ടായിരുന്നു, 10-50 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ ഒരു 5-6 അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. നമ്മളായിട്ട് തന്നെ ഒഴിവാക്കിയതാണ്. ആരും നമ്മളെ ഒഴിവാക്കിയതല്ല, നമ്മളായിട്ട് തന്നെ ഒഴിവാക്കിയതാണ്.
ഇല്ല ഞാനാരും ഇല്ല ഇവള് അങ്ങനെ മിങ്കിളാവൂല. മിങ്കിളാവില്ല. ഇവളിപ്പോ ഒരു ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇവള് പറയും നമുക്ക് ശരിയില്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പൊ 1 മിനിറ്റ് കണ്ടാൽ മതി, ഞാൻ ഫ്രണ്ടായി, ഞാൻ ഒപ്പം ചായ കുടിക്കാൻ ഇവൻ ചായ കുടിച്ചിട്ട് എവിടെയെങ്കിലും ഇവള് ഞാൻ ഇവന്റെ ഫ്രീഡം ചോളെ അപ്പോഴത്തേക്ക് ചങ്ങായി പറയുന്നേക്കും. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെ അടലോ ഇവനെ കാണുന്നില്ല. ഇവളെ റൂമില്ല, ഞാൻ താഴെ ഒരാളോട് സംസാരിച്ച് നമ്മൾ താഴെ പോയി ചായലും കുടിച്ചിട്ട് മുകളിലേക്ക് അങ്ങനെയാണ് ഒരാൾ കിട്ടിങ്ങനെ അയാളോട് സംസാരിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ തമ്മിൽ മാത്രമേ സെറ്റ് ആവുള്ളൂ അല്ലേ? അല്ലാതെ നിങ്ങൾക്ക് നമ്മളങ്ങനെ ഇവളങ്ങനെ വേറെ ആരും ഞാൻ പിന്നെയും സെറ്റ് ആവും ആൾക്കാരായിട്ട്. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫ്രണ്ട്സ് അതായത് ഒരാൾ UAE യിലുണ്ട്, പിന്നെ ഒരാൾ നാട്ടിൽ, ഇങ്ങനെ അങ്ങനെ കുറച്ച് 2-3 ആയിട്ടുണ്ട്. ഇവക്ക് തീരില്ല. ഇവൾക്ക് ആകെ 1-2 കൂടി പോയാല്, അതിന് കൂടുതൽ ഇവള് വെച്ചിട്ടില്ല. ഇവളെ സ്വഭാവം പറഞ്ഞാല് പോയിക്കോളും. എനക്ക് പിന്നെ പോവാൻ കഴിയില്ലല്ലോ. മറ്റേ 90s കിഡ്സിനെയും ജെൻസി കിഡ്സിനെയും വെച്ചിട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് മറ്റേ 90s കിഡ്സ് ഈ സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ ഭാര്യനെ ചവിട്ടിക്കൊല്ലും, നമ്മള് മൊത്തം ഈ മറ്റേ ഡ്രഗ്സും കഞ്ചാവും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ അങ്ങനത്തെ വയലൻസിന്റെ ആൾക്കാരാണെന്നുള്ളത്. അതിന് ഭയങ്കര ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. അത് അതിനും ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരുന്നു. അതിന് 90s കിഡ്സ് വന്നിട്ട് ഭയങ്കര പൊങ്കാലായിരുന്നു. നമ്മള് കമന്റ് ബോക്സ് ഇങ്ങനെ തിരികെ എത്തിച്ചു കൊടുത്തു, അവിടുന്ന് പൊട്ടി. കണ്ണൂര് പറഞ്ഞിട്ട് നല്ല വൈബില്ല. കോഴിക്കോടിനാണ് വൈബ് കൂടുതൽ, കണ്ണൂരിന് അത്ര വൈബില്ല. അതിപ്പോ റിയാലിറ്റി പറഞ്ഞാൽ നമ്മളത് ജസ്റ്റ് അവരങ്ങനെ അപ്പുറം കമ്പാരിസൺ വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത വീഡിയോ ആണ്. അതായത് ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. അതായത് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിബേറ്റ് നടക്കണം ഈ കമന്റ് ബോക്സിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ വായിച്ചിരിക്കണം, ഓരോ ആൾക്കാർ ഇപ്പം കമന്റ് അതിനിടയിൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതായത് ഒരു 2 മാസം മുമ്പത്തെ വീഡിയോ ഇപ്പൊ അതിന്റെ ഇടയിൽ കമന്റിൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. കണ്ണൂരാണ് അടിപൊളി, കോഴിക്കോടാണ് അടിപൊളി. നമ്മൾ ഇത് ഇതുവരെ തീർന്നില്ലേ? അങ്ങനെയുണ്ട്, നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ തമ്മിൽ തല്ലിക്കാനല്ല, അതായത് ഡിബേറ്റ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പുറം ഇപ്പുറം തമ്മിൽ തല്ലിക്കാം, അങ്ങനെ തല്ലാകുന്നതാണ് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ